കൂടുതൽ ആളുകൾ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നു. ചേട്ടാ, ആ സമയത്ത് നിങ്ങൾ എത്തിയിരുന്നു? ഇല്ല, ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ചേട്ടാ, എന്തായിരുന്നു കറക്റ്റ് സംഭവിച്ചത്? കറക്റ്റ് ഇതെന്താ വെച്ചാൽ ഇവിടെ പുതിയ മതിൽ കെട്ടിയായിരുന്നു ഇവരെ മുകളിൽ ഒരു മതിലുണ്ട്, അവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കി ഭാഗങ്ങൾ കെട്ടാൻ വേണ്ടി കുറച്ച് ഭാഗം അവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കിള കയറിയിട്ട് മണ്ണ് കുറച്ച് എടുത്തു, അത് പുതിയ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പം 3 ആളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരാൾ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു? അല്ല, അതറിയില്ല, അവരൊന്ന് വന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിഥിത്തൊഴിലാളി അതിൽ ഒരു മലയാളിയുണ്ട്, 2 അതിഥിത്തൊഴിലാളികളുള്ളത്. ഒരാൾ നിലവിൽ 2 പേർക്ക് പരിക്കുണ്ട്. ഒരാൾക്ക് സീരിയസ് ഇഞ്ചുറിയാണ്, അവരെ തലേൻ്റെ ഭാഗത്തേക്കാണ് ഈ സ്ലാബ് വീണത്. അവർ മലയാളിയല്ല, അവർ അതിഥിത്തൊഴിലാളിയാണ്. മലയാളിക്ക് അത്ര നിസ്സാര പരിക്ക് മാത്രമേ. അപ്പൊ ഹാഷ്മി, അത് തന്നെയാണ് ഒരു മലയാളിക്ക്, അതായത് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു തൊഴിലാളി, ഒപ്പം തന്നെ ഒരു അതിഥി തൊഴിലാളി, 2 പേർക്കാണ് പരിക്കേറ്റത്. അതിനകത്ത് അതിഥി തൊഴിലാളിയുടെ അവസ്ഥയാണ് ഇപ്പോൾ വലിയ ഒരു അത്യാഹിതമായി ഉള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ സമയത്ത് തന്നെ നാട്ടുകാർ ഇവിടെ എത്തി ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിച്ചു. ഈ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, ഇവിടെ സാധാരണയായി ഇതിന്റെ മുൻഭാഗം മതില് പൂർണ്ണമായിട്ടും അത് കെട്ടിക്കഴിഞ്ഞിരുന്നു. ഈ ഭാഗത്താണ് മതില് കെട്ടാനുണ്ടായിരുന്നത്. അവിടെയാണ് കനത്ത മഴ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണ് ഈ മതിലുമായിട്ട് ചേർന്ന് കുറേയധികം ദിവസങ്ങളിൽ ഇതൊരു നനഞ്ഞ ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എത്തി കൃത്യമായി തന്നെ ഈ പണികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ സമയത്താണ് പിന്നീട് ഈ മതില് നേരെ ഈ ശരീരത്തെ പതിക്കുകയായിരുന്നു. തലയിലേക്കാണ് ആദ്യം വീഴുന്നത്. അതിനടിയിൽ പെട്ടുപോയി. എന്നിട്ട് 1 മണിക്കൂർ ഇതിനകത്ത് കിടന്നിരുന്നു എന്നാണ് ഇപ്പോൾ അയൽവാസികളൊക്കെ പറയുന്നത്. ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലെ ആളാണ് ആദ്യം ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നത്. അവരെല്ലാവരും തന്നെ പരമാവധി ആളുകൾ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പക്ഷെ ഒന്നിനും ചെയ്യാതെ വന്നതോടുകൂടിയാണ് പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ആ സമയത്ത് തന്നെ വെള്ളിമാട് കുന്നിലെ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി. ആ സമയത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. എന്തായാലും 1 മണിക്കൂറിന് ശേഷം കുടുങ്ങിക്കിടന്ന ആളെ പുറത്തെടുത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.